മുന്നിൽ പോയ വാഹനം അതാ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയിരിക്കുന്നു. അതാ മറ്റൊരതിഥി. ലോകത്തിലേക്കും ഏറ്റവും വേഗതയേറിയ മൃഗമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചീറ്റയാണ് ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലൂടെ മറുവശത്തുള്ള ഒരു മരക്കൂട്ടത്തിലേക്ക് കയറിപ്പോകുന്നത്. അവൻ അതിൽ നിന്നും പുറത്തിറങ്ങുന്നതും കാത്ത് കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നു. ഞങ്ങളുടെ ആവശ്യം മനസ്സിലാക്കിയിട്ടെന്നവണ്ണം അവൻ പുറത്തേക്കിറങ്ങി. ഞങ്ങളുടെ മുന്നിലൂടെ തിരിഞ്ഞും മറിഞ്ഞും തല വെട്ടിച്ചുമൊക്കെ ഒരു റാമ്പ് വാക്കൊക്കെ നടത്തി ഒരു പ്രത്യേകതരം ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് ആശാൻ അങ്ങനെ പോവുകയാണ്. ആ വിചിത്ര ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ജെയിംസിനോട് ചോദിച്ചു. അവൻ അവൻ്റെ കൂട്ടുകാരനെ വിളിക്കുകയാണെന്നാണ് ജെയിംസ് പറഞ്ഞത്. റോഡിൻ്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ അതാ മറ്റൊരു മനോഹരമായ കാഴ്ച. പോളിഗാമി സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ഒരു പ്രത്യേകതരം മാനുകളുടെ കൂട്ടം. ഇതിൽ കൊമ്പുള്ളവനാണ് പുരുഷൻ. കൂടെയുള്ളത് ഇവൻ്റെ നിരവധി ഭാര്യമാരും കുട്ടികളുമാണ്. ഒരു ഭാര്യയെ മേയ്ക്കാനുള്ള നമ്മളുടെ കഷ്ടപ്പാടോർത്തപ്പോൾ ഇവനോടെനിക്ക് അനുകമ്പയും സഹതാപവും തോന്നി. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. കുറച്ചു ദൂരം മുന്നിലേക്ക് പോയപ്പോൾ സീബ്രകളുടെ അടുത്ത സംഘം, 100 കണക്കിന് സീബ്രകൾ അങ്ങനെ പുല്ലുമേഞ്ഞ് നടക്കുന്നു. നല്ല കൊഴുത്തുരുണ്ട സീബ്രകൾ. ആ മൺപാത അവിടെ വെച്ച് രണ്ടായി പിരിയുകയാണ്. ഞങ്ങൾ മാരാ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. തുർക്കിയിലെ കപ്പഡോക്കിയയിൽ കണ്ടതുപോലെയുള്ള ഹോട്ട് എയർ ബലൂണിൻ്റെ ബാസ്ക്കറ്റും ചുമന്നുകൊണ്ടുള്ള ഒരു വാഹനം ഞങ്ങൾക്കെതിരെ വരുന്നുണ്ടായിരുന്നു. കപ്പഡോക്കിയയിൽ കണ്ടതുപോലെയുള്ള ഹോട്ട് എയർ ബലൂൺ ആക്ടിവിറ്റി ഇവിടെയും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജെയിംസിൻ്റെ റേഡിയോയിൽ എന്തോ ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ജെയിംസ് വണ്ടി വെട്ടിച്ച് മറ്റൊരു ചെറുപാതയിലേക്ക് കയറ്റി മുന്നോട്ടെടുത്തു. നിരവധി സഫാരി വാഹനങ്ങളുടെ ഒരു വലിയ കൂട്ടം അതാ ഞങ്ങളുടെ മുന്നിൽ. അവിടെ എന്തോ ഒരു അത്ഭുത കാഴ്ചയുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. സിംഹങ്ങളുടെ ഒരു വലിയ കൂട്ടം അവിടെ വിശ്രമിക്കുന്നു. 100 കണക്കിന് സഫാരി വാഹനങ്ങളിൽ അവയ്ക്ക് ചുറ്റും. ഞങ്ങൾ കുറച്ച് ചിത്രങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി വീണ്ടും മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ ജെയിംസ് വാഹനം ഓടിക്കുന്നത് ഒരു മൺപാതയിലൂടെയല്ല, മറിച്ച് ഈ പുൽമൈതാനത്തിൽ തന്നെ എന്നോ പോയ ഒരു സഫാരി വാഹനത്തിൻ്റെ ചക്രപ്പാടുകൾ ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. 3 ജിറാഫുകൾ ആ വഴിയോരത്ത് നിന്ന് പുല്ലുമേയുന്നുണ്ടായിരുന്നു. റേഡിയോയിൽ കേട്ട എന്തോ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെയിംസ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ജെയിംസ് വണ്ടിയുടെ വേഗം കൂട്ടി. അതാ അങ്ങകലെ 10-12 സഫാരി വാഹനങ്ങൾക്ക് നടുവിലായി എന്തോ ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആകാംക്ഷയായി. സഫാരി വാഹനങ്ങളുടെ മുകളിൽ എന്തോ ഒരു അത്ഭുത കാഴ്ച നോക്കി നിൽക്കുന്ന സഞ്ചാരികൾ. ഞങ്ങൾ അതിനടുത്തേക്കെത്തി. ഒരു സിംഹത്തിൻ്റെ കുടുംബമാണ്. അച്ഛനും അമ്മയും കൂടി വേട്ടയാടി പിടിച്ച ഒരു സീബ്രയെ കുട്ടികളിരുന്ന് ആസ്വദിച്ച് അകത്താക്കുന്നു. അവരുടെ ബ്രേക്ക്ഫാസ്റ്റാണത്. സിംഹക്കുട്ടികളുടെ മുഖത്ത് ചുടുചോര. ഏറിയാൽ ഒരു അരമണിക്കൂറേ ആയിട്ടുണ്ടാവും ഇതിനെ വേട്ടയാടി പിടിച്ചിട്ട്. കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്ത് അച്ഛനും അമ്മയും വിശ്രമിക്കുന്നു. ഒരു പ്രത്യേകതരം ജീവിത രീതിയാണ് ഇവരുടേത്. ദിവസത്തിലെ 20 മണിക്കൂറും വിശ്രമമാണ്. ബാക്കി വരുന്ന 4 മണിക്കൂർ മാത്രമാണ് വേട്ടയാടലും ഭക്ഷണവും. എനിക്കവരോട് ഒരു ചെറിയ അസൂയയും തോന്നാതിരുന്നില്ല. ഈ കാണുന്നത് ഒരു അത്യപൂർവ കാഴ്ചയാണെന്നാണ് ജെയിംസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ മസൈമാരയിലെത്തി വന്യജീവികളെ കണ്ടു തുടങ്ങിയ അപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുദിച്ച ഒരു സംശയമാണ്, ഇവർ എന്തുകൊണ്ടാണ് മനുഷ്യരെ ആക്രമിക്കാനോ ഉപദ്രവിക്കാനോ മുതിരാത്തതെന്ന്. ഇതിന് നിരവധി കാരണങ്ങളുണ്ടാവാം. ലക്ഷക്കണക്കിന് തടിച്ചു കൊഴുത്ത വിവിധ ഇനം മൃഗങ്ങൾ സുലഭമായി അവയ്ക്ക് കിട്ടുന്നതിനാലാവാം ഇവർക്ക് മനുഷ്യരെ തിന്നാൻ തോന്നാത്തത്. സീബ്ര, വിൽഡ് ബീസ്റ്റ്, കാട്ടുപോത്ത്, വിവിധ ഇനം മാനുകൾ, അങ്ങനെ നല്ല ബീഫ് റോസ്റ്റും മട്ടൻ ബിരിയാണിയും ചില്ലി ചിക്കൻ്റെയും ഒക്കെ കൂടെ കുറച്ച് ഉണക്കമീൻ കൂടെ വെച്ചാൽ നമ്മളായാലും ഉണക്കമീനെ അവഗണിക്കുകയേ ഉള്ളൂ. ആ ഉണക്കമീനോട് നമുക്ക് തോന്നുന്ന അതേ അവഗണനയാവാം ഈ മൃഗങ്ങൾക്ക് നമ്മളോടും തോന്നുന്നത്. മറ്റൊരു കാരണം, ആരും ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ മുതിരില്ല എന്നുള്ളതാണ്. സഫാരി പാർക്കിൻ്റെ ഒരു അലിഖിത നിയമം കൂടിയാണ് ഇത്. എന്ന് മാത്രമല്ല, വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാനും അനുവാദമില്ല. മറ്റൊരു സാധ്യത എനിക്ക് തോന്നിയത്, ഈ മനുഷ്യരെയും കൊണ്ടുവരുന്ന സഫാരി വാഹനങ്ങൾ അവരെക്കാൾ മുഴുപ്പും ശക്തിയുമുള്ള ഒരു ജീവിയാണെന്നാവാം ഇവയ്ക്ക് തോന്നുന്നത്. അറിയില്ല. ഏതായാലും ഇവർ നമ്മളെ ഉപദ്രവിച്ചതായി കേട്ടിട്ടില്ല. കുറേ നേരം ആ കാഴ്ചയും കണ്ട് ഞങ്ങളവിടെ അങ്ങനെ നിന്നു. എൻ്റെ ക്യാമറയിൽ നിരവധി ചിത്രങ്ങളും പകർത്തി. ഞങ്ങൾ വീണ്ടും മാരാ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. കുറച്ച് മുന്നോട്ട് ഓടിയ ശേഷം വഴിയോരത്തുള്ള ഒരു വിശ്രമ കേന്ദ്രത്തിലേക്ക് ജെയിംസ് വണ്ടി തിരിച്ചുവിട്ടു. ടൂറിസ്റ്റുകൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം. വിശാലമായ മൈതാനത്തിന് നടുവിൽ പാർക്കിംഗ്, ടോയ്ലറ്റ് സൗകര്യമൊക്കെയുള്ള ഒരു പ്രദേശം.
ഗംഭീരമായ ഒരു കാഴ്ചയാണിത്. നിരവധി സഫാരി വാഹനങ്ങൾ. ആ വനത്തിൻ്റെ നടുവിൽ വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു ശൗചാലയം. മസായികളുടെ ചിത്രമാണ് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഒരു ടിപ്പ് ബോക്സും ഉണ്ടിവിടെ. ഞാൻ ഞങ്ങളുടെ സഫാരി വാഹനം ഒന്ന് ചുറ്റിക്കണ്ടു. ആകെ മൊത്തം ചെളി പുരണ്ട് വൃത്തികേടായിരിക്കുന്നു. കാട്ടുവഴികളിലൂടെയും ചെളി നിറഞ്ഞ പാതയിലൂടെയും ഒക്കെ ഓടി 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 സഫാരി വാഹനം ആകെ തളർന്ന പോലെ എനിക്ക് തോന്നി. 100 കണക്കിന് ടൂറിസ്റ്റുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഈ പാർക്കിൽ പലയിടത്തും ഉള്ളതായി ജെയിംസ് ഞങ്ങളോട് പറഞ്ഞു. മനോഹരമായ ആകാശം. കുറേ ചിത്രങ്ങളൊക്കെ പകർത്തി ഒന്ന് ഫ്രഷായ ശേഷം ഞങ്ങൾ വീണ്ടും മാരാ ബ്രിഡ്ജ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. മാരാ ബ്രിഡ്ജ് എത്തുന്നതിന് കുറച്ച് മുൻപിലായി കെനിയ ടാൻസാനിയ ഇൻ്റർനാഷണൽ ബോർഡർ കാണാം. കെനിയയ്ക്ക് മസൈമാര എന്നതുപോലെയാണ് ടാൻസാനിയയ്ക്ക് സെരിംഗെറ്റി. മസൈമാരയിൽ നിന്നും സെരിംഗെറ്റിയിലേക്കും അവിടെ നിന്ന് തിരിച്ചുമുള്ള ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ സഞ്ചാരത്തെയാണ് ദ ഗ്രേറ്റ് മൈഗ്രേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് മസൈമാരയിലുള്ള പുല്ലുകളൊക്കെ തിന്ന് അവർ മെല്ലെ സെരിംഗെറ്റിയിലേക്ക് പോകും. സെരിംഗെറ്റിയിലെത്തി അവിടെയുള്ള ഭക്ഷണം തീരാറാവുമ്പോൾ തിരിച്ച് വീണ്ടും മസൈമാരയിലേക്കും എത്തും. ഈ മൃഗങ്ങളുടെ പാത പിടിച്ച് മറ്റ് മൃഗങ്ങളും ഇതിൻ്റെ ഭാഗമാവും. വിൽഡ് ബീസ്റ്റാണ് മൈഗ്രേഷനിലെ പ്രധാനി. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് ഞാനവിടെ നിൽക്കുന്നത്. കെനിയ ടാൻസാനിയ ബോർഡറിൽ ഒരു ശിലാസ്തൂപമുണ്ട്. ഒരു വശത്ത് കെനിയ എന്നും മറുവശത്ത് ടാൻസാനിയ എന്നും എഴുതിയ ഈ കല്ലിൻ്റെ ഇരുവശങ്ങളിലുമായി നിന്ന് ചിത്രങ്ങളൊക്കെ പകർത്തി ഞങ്ങൾ വീണ്ടും മാരാ റിവർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇതാണ് മാരാ റിവർ. ശാന്തമായി ഒഴുകുന്ന ഒരു ചെറിയ പുഴ. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. അങ്ങിങ്ങായി കുമിളകൾ പൊങ്ങി വരുന്നുണ്ട്. ആ കുമിളകൾ കണ്ട സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ പാറക്കൂട്ടങ്ങൾ പോലെ എന്തോ ഒന്ന് പൊങ്ങി വരുന്നു. 100 കണക്കിന് ഹിപ്പോകൾ, അവയുടെ കുട്ടികൾ. അവരങ്ങനെ വെള്ളത്തിൽ ആർത്തുല്ലസിച്ച് കളിക്കുകയാണ്. പുഴയുടെ ഓരത്തായി നിരവധി മുതലകൾ. അവരും വിശ്രമിക്കുകയാണ്. ഈ പുഴയിലേക്ക് കടക്കണമെങ്കിൽ നമ്മുടെ സുരക്ഷയ്ക്കായി തോക്കുധാരികളായ ഗാർഡുകളുണ്ട്. ഇവരെ കൂടാതെ ഈ പുഴക്കരയിലേക്ക് പോകുന്നത് അപകടകരമാണ്. അങ്ങനെ ഒരു ഗാർഡിനെയും കൂട്ടി ഞങ്ങൾ മെല്ലെ പുഴക്കരയിലേക്ക് നടന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും എൻ്റെ കാതുകളിൽ അലയടിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ജീവി നിങ്ങളെ ആക്രമിച്ചാൽ നിങ്ങളതിനെ വെടിവെച്ച് കൊല്ലുമോ എന്ന എൻ്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ ഒരു സുവർണ വാചകം: വി ആർ ഹിയർ ടു പ്രൊട്ടക്ട് ദം, നോട്ട് ടു കിൽ ദം. അങ്ങനെ മാരാ റിവറിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. ഇത് മനസ്സിലാക്കിയ ജെയിംസ് പാതയോരത്തുള്ള ഒരു മരച്ചുവട്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്തു. വിശാലമായ പുൽമൈതാനത്തിൻ്റെ നടുവിൽ കുട പിടിച്ച പോലെ ഒരു മരം. ഞങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം രാവിലെ തന്നെ പാക്ക് ചെയ്ത് ഹോട്ടൽ ജീവനക്കാർ തന്നിരുന്നു. ജെയിംസ് പെട്ടെന്ന് തന്നെ ഒരു ചുവന്ന പരവതാനിയൊക്കെ എടുത്ത് ആ പുൽമൈതാനിയിൽ വിരിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊരുക്കി. എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ഞങ്ങളോടായി പറഞ്ഞു. ഞങ്ങൾ ഈ ഇരിക്കുന്ന പുൽമൈതാനത്തിൻ്റെ മറുഭാഗം, അങ്ങ് ദൂരെ കാണുന്ന ആ ഭാഗമാണ് സെരിംഗെറ്റി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഞങ്ങളുടെ കൂടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ജെയിംസിനെ ക്ഷണിച്ചു. ഒരു ചെറു പുഞ്ചിരിയോടെ ക്ഷണം നിരാകരിച്ചുകൊണ്ട് ജെയിംസ് ഇങ്ങനെ പറഞ്ഞു: യു ഗൈസ് റിലാക്സ് ആൻഡ് എൻജോയ് യുവർ ഫുഡ്, ഐ വിൽ ബി വാച്ചിങ് അറൗണ്ട്. അതായത് ഞാനും നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഈ രാത്രിയിൽ സിംഹങ്ങൾക്കുള്ള ഭക്ഷണം നമ്മൾ 5 പേരുമാവും. ഇതും പറഞ്ഞ് ഒരു ചെറിയ ചിരിയും ചിരിച്ച് ജെയിംസ് തൻ്റെ ഭക്ഷണപ്പൊതി ഈ സഫാരി വാഹനത്തിൻ്റെ ബോണറ്റിൽ വെച്ച് കഴിച്ചു തുടങ്ങി. ശ്രദ്ധാപൂർവം ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടാണ് ജെയിംസിൻ്റെ തീറ്റ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ മസൈമാരയിലെ വന്യജീവി സങ്കേതത്തിൽ എത്തിയതു മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഇത്രയധികം ടൂറിസ്റ്റുകൾ ദിവസേന വന്നു പോകുന്ന സ്ഥലമായിട്ടുകൂടി ഒരു തരത്തിലുള്ള മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് വേസ്റ്റുകളോ ഒട്ടും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടേയില്ല. മാത്രമല്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷമുള്ള മുഴുവൻ വേസ്റ്റും ഒരു കവറിലിട്ട് കെട്ടി ജെയിംസ് വണ്ടിയുടെ പിറകിൽ നിക്ഷേപിച്ചത് ഞാൻ ഓർത്തു. പ്രൊഫഷണലായി ടൂറിസത്തെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെയും. 10,000 കാട്ടുപോത്തുകളുടെ ഒരു വലിയ കൂട്ടം. ആ കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി. പാതയോരത്തെ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു ഒറ്റയാൻ സിംഹം. അവൻ്റെ മുഖത്തിന് ചുറ്റും 1000 ഈച്ചകൾ. ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. നോക്കെത്താ ദൂരം പരന്നു കിടക്കുന്ന മസായിലെ ഈ പുൽമൈതാനം, അതിൻ്റെ നടുക്കുകൂടി നേർരേഖയിൽ പോകുന്ന മൺപാത. അങ്ങനെ ഏകദേശം 2 മണിക്കൂർ ആ യാത്ര തുടർന്നു. നിരവധി മൃഗങ്ങൾ,
കൂട്ടം കൂട്ടമായി നിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ വനങ്ങളിൽ കാണുന്നത് പോലെ 1-2 മൃഗങ്ങളല്ല ഇവിടെ കാണുന്നത്. വലിയ കൂട്ടങ്ങളാണ്. 1000കണക്കിന് 10,000കണക്കിന് മൃഗങ്ങൾ. അവർ അങ്ങനെ ഇവിടെ സ്വൈരവിഹാരം നടത്തുന്നു. അങ്ങനെ മൃഗങ്ങളെ കണ്ട് മടുത്ത ഞങ്ങൾ ഇനി കുറച്ച് മനുഷ്യരെ കാണാമെന്ന ആഗ്രഹവുമായി ഒരു മസായി ഗോത്ര ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ജെയിംസ് വണ്ടി ഒരു ഗോത്ര ഗ്രാമത്തിലേക്ക് ഓടിക്കുകയാണ്. മസായിയുടെ ഈ ആകാശത്തിന് ഒരു പ്രത്യേക ആകർഷണീയതയാണ്. വിശാലമായ പുൽമൈതാനിയും അതിൻ്റെ മധ്യത്തിലൂടെയുള്ള ഒരു പിളർപ്പ് പോലെ ഈ മൺപാതയും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും ഒക്കെ ചേർന്ന് ഒരു ഗംഭീര കാഴ്ച. എത്ര ചിത്രീകരിച്ചിട്ടും എനിക്ക് മതി വരുന്നേയില്ലായിരുന്നു. ക്യാമറയുടെ മുന്നിൽ ഒരു രസം കൊല്ലിയെപ്പോലെ ആ സഫാരി വാഹനത്തിൻ്റെ ആൻറ്റിന നിലകൊണ്ടു. അങ്ങനെ കുറേ ദൂരം ഓടിച്ച് ഞങ്ങൾ ആ ഗോത്രഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തി. പുറത്തേക്കിറങ്ങി. ജെയിംസ് അവരുടെ തലവൻ്റെ അടുത്ത് ഞങ്ങളുടെ ആവശ്യം അറിയിച്ചു. മസായികളുടെ ആ ഗ്രാമത്തിലേക്ക് കടക്കാൻ അവർ ഞങ്ങളെ അനുവദിക്കുമോ അറിയില്ല.